മോത്തി, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ആദിശനല്ലൂർ വെളിച്ചക്കാലയിലാണ്. വിഒ ലൂക്കോസ് എന്ന ഈ കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ട ആളുടെ വീടാണ്. രാവിലെ തന്നെ ആളുകളെല്ലാം എത്തിക്കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം തന്നെ ഈ മരണവാർത്ത അറിഞ്ഞ് മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞ് ആളുകൾ എത്തിയിരുന്നു. വലിയ രീതിയിൽ ആളുകൾ എത്തിയിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് കസേരകൾ കാണാം. അങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിൽ ലൂക്കോസിൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും 2 മക്കളും, ലിഡിയ, ലൂയിസ്, രണ്ട് മക്കളുമാണ് താമസിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ മാസമാണ് ഇവിടേക്ക് എത്തിയത്. കഴിഞ്ഞ മാസം, ഇനി അടുത്ത മാസം വരാനിരിക്കുകയായിരുന്നു. മൂത്ത മകൾ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് ഉന്നത വിജയം നേടി. മോളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വരാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ വിയോഗ വാർത്ത ഈ വീട്ടിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ ഇന്നലെ വൈകുന്നേരം തന്നെ ആളുകൾ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ കുറേയധികം ആളുകൾ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പം അദ്ദേഹത്തിൻ്റെ ബന്ധുവും നാട്ടുകാരനുമായ ചാക്കോ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, എപ്പോഴാണ് വാർത്ത അറിഞ്ഞത്? നിങ്ങളെ പോലുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെ തന്നെ വാർത്ത ഏകദേശം ഒരു 2-3 മണിയായപ്പോൾ തന്നെ പുള്ളി മിസ്സിംഗ് ആണ് നമ്മൾ അറിഞ്ഞു. പിന്നീട് വൈകുന്നേരം 5 മണിയിലത്തെ ചാനലിലൂടെ നമ്മൾ അറിഞ്ഞു പുള്ളി ഇങ്ങനെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളത്. അറിഞ്ഞപ്പോൾ തന്നെ അതൊരു വലിയ ഷോക്കായിപ്പോയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രായമില്ല. അതിനുവേണ്ടി മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ ഭാവി, അവരുടേതായ തുടർന്നുള്ള വിദ്യാഭ്യാസം, ഇതെല്ലാം ഈ ഒരു ഒറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും വിദേശ ജീവിതങ്ങളിലേക്ക് പോകുന്നത് തന്നെ അനവധി സ്വപ്നങ്ങളിങ്ങനെ നെയ്ത് കൂട്ടി വെച്ചുകൊണ്ടാണ്. പക്ഷേ അതൊന്നും പ്രാബല്യത്തിലാകാൻ കഴിയാതെ വരുമ്പോൾ നമുക്കതിൻ്റേതായ ദുഃഖവും മനപ്രയാസമുണ്ട്. മാത്രമല്ല, ഈ നാട്ടുകാർക്കെല്ലാം വളരെ സമ്മതനും ഇവിടെ അടുത്തൊരു കൈരളി ക്ലബിൻ്റെ സജീവ പ്രവർത്തകനുമായിരുന്നു. മറ്റുള്ളവരോട് സഹാനുഭൂതിയോടും സഹവർത്തിത്വത്തോടും പെരുമാറുവാൻ നല്ല ശേഷിയും കാര്യപ്രാപ്തിയും ഉള്ളൊരു യൗവനക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം സത്യത്തിൽ അത് ഇതേവരെ ഈ വീട്ടുകാർ പോലും പൂർണ്ണമായി ഉൾക്കൊണ്ടു എന്ന് നമുക്ക് തോന്നുന്നില്ല. കാര്യം ഇനിയും അവനെ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുന്ന ഒരു ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. നമ്മൾ എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മരണം തന്നെയാണ്. എങ്കിലും ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഇതൊരു വളരെ വേദനാജനകമാണ് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. 16 വർഷമായി പുള്ളി പ്രവാസ ജീവിതത്തിലുണ്ട്. ഒരേ കമ്പനിയിൽ തന്നെ പുള്ളി ജോലി ചെയ്യുകയാണ്. ജോലിക്കാർ അവിടെയും എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചപ്പോൾ അറിഞ്ഞത് അവിടെയും നല്ല സർവ്വസമ്മതനായ ഒരു വ്യക്തിയാണ്. അവിടെ ഫോർമാനിലേക്ക്, സൂപ്പർവൈസർ സെക്ഷനിലേക്കൊക്കെ ഉയർന്നു വന്ന ഒരു വ്യക്തി ജീവിതമാണ്. പിന്നെ മകൾ ലിഡിയ പ്ലസ് 2-ന് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ചു. 88% CBSEക്ക് വാങ്ങി അടുത്ത ഹയർ സ്റ്റഡീസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ കഴിഞ്ഞ മാസം പുള്ളി നാട്ടിൽ വരാനിരുന്നതാണ്. പുള്ളി കഴിഞ്ഞ മാസം നാട്ടിൽ വരാഞ്ഞത് തന്നെ ഈ മകളുടെ പുതിയ അഡ്മിഷന് വേണ്ടി ഒന്ന് കൊണ്ടാക്കാനും അതിൻ്റെ എല്ലാ സഹായത്തിനും കൂടിയാണ് വരുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, നാട്ടിലേക്ക് വരുവാനുള്ള എല്ലാ സാധനങ്ങളും സാമഗ്രികളും എല്ലാം വാങ്ങി മുറിയിൽ സൂക്ഷിച്ചു. പെട്ടെന്ന് സുപ്രഭാതത്തിൽ അതെല്ലാം അഗ്നിക്കിരയായി എന്നറിഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ സ്വപ്നവും സത്യത്തിൽ യഥാർത്ഥത്തിൽ വിഫലമായി പോകാതിരിക്കാൻ സർവ്വശക്തനോട് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റു യാതൊരു വഴിയുമില്ല. എല്ലാം ദൈവം നടത്തട്ടെ എന്ന് വിവരങ്ങൾ കൂടുതലായിട്ട് ഇതുവരെ ഔദ്യോഗികമായിട്ടോ ഒഫീഷ്യലായിട്ടോ യാതൊരു ഇൻഫർമേഷനും നമുക്ക് വന്നിട്ടില്ല. പിന്നെ ഇന്നലെ രാത്രിത്തെ ചാനലുകളിലും ഇന്നത്തെ പത്രങ്ങളിലും പുള്ളിയുടെ ഫോട്ടോയും അതും എല്ലാം വന്നപ്പോൾ തന്നെ ഏകദേശം ക്ലാരിറ്റി ആയി കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഇനി തുടർന്നുള്ള നടപടികളെല്ലാം മോത്തി, തീർച്ചയായും ഈ പറയുന്നത് പോലെ വളരെ അവിചാരിതമായൊരു വാർത്ത എത്തുന്നു. അത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും സങ്കടത്തിലാണ് ബന്ധുക്കളും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഉള്ളത്. കാരണം ഈ പറയുന്നത് പോലെ 16 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്നെങ്കിൽ പോലും നാട്ടിൽ സജീവമായി ഇടപെടുകയും നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ പങ്ക് വഹിക്കുകയും ചെയ്തിരുന്ന ആളാണ് ലൂക്കോസ്. ക്ലബ്ബുമായി ബന്ധപ്പെട്ടായാലും വീട്ടിലായാലും അത്തരത്തിൽ സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം വരാതിരുന്നത് പോലും മകളുടെ വിദ്യാഭ്യാസം, അത് പ്ലസ് 2 കഴിഞ്ഞ് മറ്റു വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കണം, അതിനൊപ്പം ഉണ്ടാകണമെന്ന് കരുതി ഒരു മാസം മുൻപ് വരാനിരുന്ന അത് മാറ്റി വെച്ച് തൊട്ടടുത്ത മാസത്തിലേക്ക് മാറ്റി അങ്ങനെ കാത്തിരുന്ന ഒരു വീടാണ്, കാത്തിരുന്ന ബന്ധുക്കളാണ്, മക്കളാണ്. അവരുടെ മുന്നിലേക്കാണ് ഇന്നലെ ഈ വിയോഗ വാർത്ത എത്തുന്നത്. അത്യന്തം ദുഃഖകരമായൊരവസ്ഥയിലാണ് മോത്തി കൊല്ലത്ത് ആദിച്ചനല്ലൂരിലെ വീടും ഈ നാട്ടുകാരും ഉള്ളത്. തീർച്ചയായിട്ടും രാഹുൽ, അത്യന്തം ദുഃഖകരം എന്ന് നമ്മൾ അങ്ങനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് തീർക്കാവുന്നതല്ല.